ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിലെ അഭിവാഹി ഘടകങ്ങളാണ് പുരോഹിതൻ. അവരെ മാറ്റി നിർത്തുവാനോ അവരെപ്പറ്റി ചിന്തിക്കാതിരിക്കാനോ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് സാധ്യമല്ല. ജനിച്ച നാളുകളിൽ നിന്നോ തലയിൽ മാമോദീസാചരണം വീഴുന്നത് മുതൽ മരണസമയത്തെ അവസാന പ്രാർത്ഥന വരെ അവന്റെ ജീവിതം പൗരോഹിത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പ്രാർത്ഥനകളും കൂതാശകളുമായി നമുക്ക് അവരെ ആവശ്യമുണ്ട്. ആരാണ് വൈദികർ? നാം എന്തുകൊണ്ടാണ് വൈദികരെ ഫാദർ അഥവാ അച്ഛൻ എന്ന് വിളിക്കുന്നത്? നമ്മുടെ ഭൗതിക ആവശ്യങ്ങളായ വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ ഭൗതിക സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തരുന്നവനെയാണ് നാം പപ്പ, അപ്പൻ, ഡാഡി എന്നെല്ലാം വിളിക്കുന്നത്. ശാരീരിക വളർച്ച പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ആത്മാവിന്റെ വളർച്ച, ആത്മീയ വളർച്ച. ആത്മാവിന്റെ പോഷണമായ വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളും നമുക്ക് നൽകുന്നത് വൈദികർ തന്നെയാണ്. ആത്മാവിന്റെ രോഗങ്ങൾ കുമ്പസാരത്തിലൂടെ സുഖപ്പെടുത്തുന്നതും അവർ തന്നെ. അതുകൊണ്ട് നാം വൈദികരെ നമ്മുടെ ആത്മീയ പിതാക്കന്മാർ എന്നുകൂടി വിളിക്കുന്നു. മാധ്യമങ്ങൾ മഞ്ഞ അക്ഷരങ്ങൾ മുക്കി വൈദികരുടെ മഹത്വം ഇല്ലാതാക്കി കളയുന്നത് ഇപ്പോൾ പുത്തരിയൊന്നുമല്ല. ഒന്നോ രണ്ടോ അപൂർവ സംഭവങ്ങളെ പർവ്വതീകരിച്ചും സാമാന്യവൽക്കരിച്ചുമാണ് അവർ അത് പറയുന്നത്. നമ്മുടെ മലയാള സിനിമയിലെ പല കോമഡി സീനുകളും വൈദികരെയും കൂദാശകളെയും അപമാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറ വൈദികരുടെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കൂട്ടുകാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരാരും തന്നെ പൂർണ്ണരായിരുന്നില്ല. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ വിക്കുള്ളവനായിരുന്നു. പ്രതിസന്ധികളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവനായിരുന്നു. അതുപോലെ തന്നെ ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. കുറവുകളുള്ളവരായിരുന്നു. അവരിൽ പാപികളും ബലഹീനരും ഈശോയെ തള്ളിപ്പറഞ്ഞവരുമുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരെ ശക്തരാക്കി തീർത്തു, ദൈവിക ശുശ്രൂഷയ്ക്ക് യോഗ്യരാക്കി തീർത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൈദികരുടെ കുറവുകളിലേക്ക് നോക്കാതെ അവരെ തിരഞ്ഞെടുത്ത ദൈവത്തിലേക്ക് നോക്കുക. അപ്പോൾ നാം വൈദികരുടെ കുറവുകളെ വിസ്മരിച്ചുകൊള്ളും. മണ്ണിൽ നിന്ന് രൂപമെടുക്കുകയും മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന മനുഷ്യന്റെ കുറവുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല പൗരോഹിത്യം മഹത്വപൂർണമാകുന്നത്. ഒരു വൈദികനെയും ഒരു മാലാഖയെയും താൻ ഒരുമിച്ച് കണ്ടാൽ താൻ ആദ്യം വണങ്ങുക വൈദികനെയാണ് എന്ന് രണ്ടാം ക്രിസ്തുവായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മോട് പറയുന്നുണ്ട്. ഈ വാക്കുകളിൽ നിന്ന് തന്നെ എത്ര മഹത്വപൂർണമായ ശുശ്രൂഷയാണ് പൗരോഹിത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ലോകത്തെ ജയിച്ചു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച യേശുവിന്റെ ജീവിതത്തിന്റെ തുടർച്ചയാണ് വൈദികരുടെ ജീവിതം. ലോകം വച്ചുനീട്ടുന്ന സുഖങ്ങളോടല്ല നോ പറഞ്ഞുകൊണ്ട് ദൈവത്തെയും ദൈവജനത്തെയും സേവിക്കാനായി ഇറങ്ങിത്തിരിച്ചവരാണവർ. അതെ, സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരികൾ. പാപത്തിന്റെ ചെറിയിൽ വീണ നമ്മെ രക്ഷിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പാപികളുടെ മാനസാന്തരത്തിനായി ഒരായുസ് മുഴുവൻ മാറ്റിവെച്ച ഒരു വിശുദ്ധനെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ഓഗസ്റ്റ് 4, ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം. വിശുദ്ധ കുമ്പസാരത്തിലൂടെയോ തീക്ഷ്ണതയേറിയ വചന പ്രഘോഷണത്തിലൂടെയോ നിരാശയിലും പാപത്തിലും കഴിഞ്ഞിരുന്ന അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് നേടിക്കൊടുത്ത ഈ വിശുദ്ധന്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്ന ഇന്നേ ദിനത്തിൽ ആദ്യമേ തന്നെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായ എല്ലാ വൈദികർക്കും ഒത്തിരി സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നമുക്ക് കുഞ്ഞു വിയാനിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഫ്രാൻസിലെ ലയൺസ് പട്ടണത്തിന് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണ് ഡാർഡിലി. ഡാർഡിലി ഗ്രാമത്തിലെ പുരാതനവും പ്രശസ്തവുമായ ഒരു കർഷക കുടുംബമാണ് വിയാനി കുടുംബം. വിയാനി കുടുംബത്തിൽ 1786 മെയ് 8 ജോൺ വിയാനി ജനിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യവും യൗവനവും. അതിനാൽ തന്നെ പൊതുസ്ഥലങ്ങളിൽ ദിവ്യബലി അർപ്പണത്തിനോ ആരാധനാക്രമമനുസരിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്കോ അവകാശമുണ്ടായിരുന്നില്ല. ഡാർഡിലി ഗ്രാമ ദൈവാലയവും ഒരു പട്ടാള ക്യാമ്പായി മാറി. ഗ്രാമവാസികൾ ഭീതിയോടെ സ്വഭവനങ്ങളിൽ കഴിഞ്ഞുകൂടി. എന്നാൽ വിയാനി കുടുംബം ഒളിസങ്കേതങ്ങളിലും മറ്റും നടന്നിരുന്ന തിരുക്കർമ്മങ്ങളിൽ ശ്രദ്ധാപൂർവം പങ്കെടുത്തു. മരിയ ബലൂസെ തന്റെ മക്കൾക്ക് സത്യവിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തു. അപ്പനും അമ്മയും ചൊല്ലിക്കൊടുത്ത വിശ്വാസത്തിന്റെ പാതയിൽ ഈശോയ്ക്കൊപ്പം ജോൺ സഞ്ചരിച്ചു. കളിമണ്ണുകൊണ്ട് മെനഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു കൊച്ചു തിരുസ്വരൂപവും കൊന്തയുമായിരുന്നു കുട്ടിക്കാലത്തെ ജോണിന്റെ ഇഷ്ട സമ്പാദ്യങ്ങൾ.
ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ 19-ാം വയസ്സിൽ ജോൺ സെമിനാരിയിൽ ചേർന്നു. ലാറ്റിൻ ഭാഷ അദ്ദേഹത്തിന് ദുഷ്കരമായിരുന്നു. പഠനത്തിൽ മികവില്ലാഞ്ഞതിനാൽ അധികാരികൾ ജോണിന് തിരുപ്പട്ടം നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ ദൈവാശ്രയ ബോധം അദ്ദേഹത്തെ തളർത്തിയില്ല. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥത്താൽ 1815 ഓഗസ്റ്റ് 13-ാം തീയതി അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചു. തിരുപ്പട്ടം കിട്ടിയിട്ടും ഒരു വൈദികന്റെ അധികാരങ്ങൾക്കായി അദ്ദേഹത്തിന് കുറെ കാലം അലരേണ്ടി വന്നു. കുമ്പസാരവും കുർബാനയുമില്ലാതെ മദ്യപാനത്തിലും അശ്ലീലോത്സവങ്ങളിലും ഒഴുകിയിരുന്ന ആസ് എന്ന പട്ടണത്തിലേക്കാണ് അദ്ദേഹം വൈദികനായി വികാരിയായി നിയമിതനായത്. കഠിനമായ താപസ ജീവിതത്തിലൂടെ അദ്ദേഹം അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. വെറും 20 വർഷം കൊണ്ട് 20 ലക്ഷത്തിലേറെ പേർ ആർസിലേക്ക് കുമ്പസാരിക്കാനായി ഒഴുകിയെത്തി. രോഗശാന്തി വരവും കുമ്പസാരക്കൂട്ടിലിരിക്കുന്നവരുടെ മനസ്സ് വായിക്കാനുള്ള വരവും നൽകി ദൈവ വിയാനി അച്ഛനെ അനുഗ്രഹിച്ചു. സാവകാശം ഫ്രാൻസിലെ അനുതാപ കേന്ദ്രമായും തന്നെ ആ അച്ഛൻ രൂപാന്തരപ്പെടുത്തി. ദിവസത്തിലെ 18 മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച അദ്ദേഹം പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു പാപികളുടെ മാനസാന്തരം. ഇതിന്റെ 23 വർഷത്തെ വിശുദ്ധ ജീവിതത്തിനു ശേഷം 1859 ഓഗസ്റ്റ് 4-ാം തീയതി അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി. വൈദികരുടെ രാജ്ഞിയായി പരിശുദ്ധ മറിയത്തോടും വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മരിച്ചുപോയ വൈദികർക്ക് വേണ്ടി. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കുടുംബമോ ഒരു തലമുറയോ അവശേഷിപ്പിക്കാതെ ഈ ലോകത്തു നിന്നും മൺമറഞ്ഞു പോയവരാണവർ. പ്രിയ വൈദികരെ, നാളിന്ന് വരെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച എല്ലാ നന്മകൾക്കും നന്ദി. നിങ്ങളില്ലെങ്കിൽ പരിശുദ്ധ കുർബാനയില്ല, പരിശുദ്ധ സഭയുമില്ല. ഞങ്ങൾ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കു വേണ്ടി ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ വൈദികർക്കും നന്ദി പറഞ്ഞുകൊണ്ടും പൗരോഹിത്യ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും ഞങ്ങൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.